ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് പകൽക്കാലം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകാൻ വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസം നാം ആയിരിക്കുന്നത് സകലത്തിൻ്റെയും ഉറവിടമായ, സകലത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവത്തിൻ്റെ മുന്നിലാണ്. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ ദൈവം മാനിക്കുകയും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദർശിക്കാനും അവിടുന്ന് ഇടയാക്കും. ഇന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പുറമേ നിന്ന് ഉപദേശം തേടുന്നതിന് മുൻപ് നമ്മുടെ അനുഭവത്തിലൂടെ എടുക്കുന്ന തീരുമാനത്തിനും അപ്പുറമായി സകലവും നവീകരിക്കുന്ന, സകലത്തെയും താങ്ങി നിർത്തുന്ന ദൈവത്തോട് നമുക്കിന്ന് ആലോചന ചോദിക്കാം. സകല നന്മയുടെയും ഉറവിടമായ ദൈവം, ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ ദൈവം, നമ്മുടെ ഓരോ പ്രശ്നങ്ങളെയും കാണുന്ന കർത്താവ്, നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ച എല്ലാം അറിയുന്ന ദൈവം, ഇനി വരാനിരിക്കുന്ന അത്ഭുതങ്ങളെ കാണുന്ന കർത്താവ്, വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾ നാം അനുഭവിക്കുന്നത് കാണുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. നാം അവിടുത്തോട് ഉപദേശം തേടുക. ഇന്ന് പകൽക്കാലം മുഴുവനും ദൈവത്തിൻ്റെ ഉപദേശം തേടി, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ച് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായ സമാധാനവും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും, നമുക്ക് ആവശ്യമായ സകല നന്മകളും നമുക്ക് ലഭിക്കുന്നതിനും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നത്തെ എൻ്റെ ആവശ്യങ്ങളുടെ മേൽ നീ കരുണ തോന്നണമേ. ദൈവമേ, നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, അത്ഭുത പ്രവർത്തകനായ ദൈവമേ, അത്ഭുത സംരക്ഷകനായ ദൈവമേ, ഇന്ന് എല്ലാ ശത്രുക്കളിൽ നിന്നും, ശത്രുക്കളുടെ സകല പദ്ധതികളിൽ നിന്നും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും നീ കാത്തുകൊള്ളണമേ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സമാധാനം കൊണ്ട് നിറയുന്നതിന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിത്യനായ കർത്താവേ, അങ്ങ് സകലത്തിൻ്റെയും തുടക്കമാണ്, അവസാനമാണ്. അങ്ങേ കൂടാതെ ഒന്നും ആർക്കും ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങ് ആദിയും അന്ത്യവുമാണ്. അങ്ങ് ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ഒരുവൻ തന്നെയാണ്. ദൈവമേ, അങ്ങ് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. അതിനാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഈ സമയം ഞാൻ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണ തോന്നി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചുറ്റും അങ്ങയുടെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് കാവൽ നിർത്തി ഇന്നത്തെ കാര്യങ്ങളെല്ലാം ശുഭകരമാകുവാൻ, മനോഹരമാകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. സകല ഭൂവാസികളെയും താങ്ങി നിർത്തുന്ന കർത്താവേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല. ആദിയും അന്ത്യവുമായ, ജീവനും പുനരുത്ഥാനവുമായ ഈശോയെ, അങ്ങ് സകലത്തെയും നവീകരിക്കുന്നവനാണ്. അങ്ങയിലാണ് ശാശ്വതമായ പരിഹാരം, ശാശ്വതമായ സന്തോഷം, ആനന്ദം അങ്ങയിലാണ്. അതിനാൽ ഞങ്ങൾക്ക് അസാധ്യമെന്ന് കരുതുന്നത് അങ്ങേക്കെല്ലാം സാധിക്കും എന്ന വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് വാതിൽ തുറന്നു കിട്ടും എന്നരുളിച്ചത് ഈശോനാഥ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്താൻ കഴിവുള്ള ദൈവമേ,
ഈ ലോകം മുഴുവനും ഉറങ്ങുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയെ നീ മാനിക്കണമേ. അങ്ങയോട് ചോദിക്കുന്നവർക്ക് അങ്ങ് സകലതും നൽകുന്ന കർത്താവാണ്. ഇന്ന് എല്ലാ കാര്യങ്ങളും ശുഭകരമാകുവാൻ, എല്ലാം നല്ല രീതിയിൽ ക്രമീകരിക്കപ്പെടുവാൻ, എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാൻ, ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുവാൻ, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ഞങ്ങൾ ദർശിക്കുവാൻ ദൈവമേ നിന്നെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. നിനക്കപ്രാപ്യമായ കാര്യങ്ങളെ, നിനക്ക് അറിയാത്ത കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും എന്നരുളി ചെയ്ത ഈശോനാഥ, ഇന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളെ, ഞങ്ങളെടുക്കേണ്ട തീരുമാനങ്ങളെ എല്ലാം ഏറ്റവും ഉയർന്ന രീതിയിൽ ഉന്നതമായ തീരുമാനങ്ങൾ എടുക്കാൻ, ഏറ്റവും നല്ല രീതിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ശക്തിയുണ്ട്. അങ്ങയുടെ സന്നദ്ധിയിൽ സകല നന്മകളുമുണ്ട്. അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾക്കാവശ്യമായ വിജയം, മഹത്വം, സമ്പത്ത്, പദവി എല്ലാം അങ്ങയുടെ സന്നദ്ധിയിലുണ്ട്. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യമുണ്ട്. ദൈവമേ, സകല നാമത്തിൻ്റെയും മേലായ നാമം ധരിച്ചിരിക്കുന്ന കർത്താവായ യേശുവേ, അങ്ങയുടെ ജ്ഞാനം ഇന്ന് ഞങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് ഞങ്ങൾ അങ്ങയെ അന്വേഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ വിശ്വസ്തത എപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷകമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളെ മോചിപ്പിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന നാഥ, അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് ശക്തി കണ്ടെത്തുന്നതിന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, കാലാകാലങ്ങളോളം ഓരോ ദിവസവും ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൽ ആവശ്യമായ ശക്തിയും ജ്ഞാനവും അറിവും കഴിവും ബുദ്ധി സാമർഥ്യവും ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ എളിമയും വിശുദ്ധിയും ആന്തരിക സൗഖ്യവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ സകല നന്മകളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ സമയം ഞാൻ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങളെ, പ്രയാസങ്ങളെ ഇറക്കി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നിന്റെ ശക്തി ഞങ്ങളുടെ പ്രയാസങ്ങളെക്കാൾ അപ്പുറമാണ്. പരിഹരിക്കാനാകാത്ത ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ അതീതമാണ് നിന്റെ ശക്തിയും നിന്റെ കാരുണ്യവും എന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ ഓരോ പ്രഭാതവും, ഓരോ സമയം ഞങ്ങൾ തളർന്നു പോകുമ്പോൾ നിന്നെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഇന്നത്തെ ദിവസം അങ്ങയുടെ ഓരോ വാഗ്ദാനങ്ങളും ഞങ്ങളിൽ ഇടപെടാൻ ദൈവമേ ഞങ്ങളെ തന്നെ യോഗ്യരാക്കുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ, ഭവനത്തെ, വസ്തുവകകളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങൾ പോകുന്ന വാഹനങ്ങളെ നീ സംരക്ഷിക്കണമേ. ഞങ്ങൾ കാണുന്ന വ്യക്തിയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്ന് വലിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വലിയ പരിവർത്തനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിൻ്റെയും ദിവസമാക്കി മാറ്റണമേ. കർത്താവേ, അങ്ങയെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങയുടെ മഹത്വവും വലിയതുമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറച്ച് ഇന്ന് ശാന്തമായി എല്ലാ കാര്യങ്ങളെയും അതിജീവിക്കുന്നതിനും ഇന്ന് വരാവുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനും എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്നതിനും നിന്റെ സന്നദ്ധിയിൽ നിന്ന് ശക്തിയും കൃപയും ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ വാരി വിതറുന്ന കർത്താവേ, ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കൂടെ ഇരുന്ന് വഴി നടത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഈ പ്രഭാതത്തിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായി ശരണം വയ്ക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഓരോ നിമിഷവും അങ്ങയിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ, ഭവനത്തിൽ, കുടുംബത്തിൽ, വസ്തുവകകളിൽ, ഞങ്ങളുടെ ഔദ്യോഗിക മേഖലകളിൽ, ബിസിനസ്സിൽ, ഞങ്ങളുടെ ആരോഗ്യത്തിൽ, ബന്ധങ്ങളിൽ, ഇടപാടുകളിൽ ദൈവമേ ഇന്ന് നീ ഭരണം നടത്തണമേ. ഞങ്ങളുടെ വാക്കുകളിൽ, ചിന്തകളിൽ, പ്രവർത്തനങ്ങളിൽ ഇന്ന് കർത്താവായ യേശുവേ നീ ഭരണം നടത്തി ഞങ്ങൾക്ക് വിജയവും മഹത്വവും മാനവും നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യം
ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണയോടെ ഞങ്ങളെ കടാക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവരവരുടെ ആവശ്യങ്ങളെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഭവനത്തെ, വസ്തുവകകളെ, ഇന്നത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യത്തെയും, യാത്രയെയും, ഇടപാടുകളെയും അമ്മേ മാതാവേ, നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ശക്തിയും ബലവും ഓജസ്സും നൽകി, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യം നൽകി, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത് നൽകി, ഇന്ന് ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകൾ കൊടുത്തു തീർക്കാനുള്ള പണം നൽകി, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സമാധാനവും സന്തോഷവും ജ്ഞാനവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അത്ഭുതകരമായി ഇടപെട്ട് നിങ്ങളെ സഹായിക്കട്ടെ, വഴി നടത്തട്ടെ. നിങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ, ആരോഗ്യം, ശക്തി, സാമ്പത്തിക സഹായം എല്ലാം നൽകി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയവും മഹത്വവും ഉണ്ടാകാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.